തിരുവോണ ദിവസത്തെ മെയിൻ പരിപാടി സദ്യ ഉണ്ടാക്കില്ല. സോ ഇത് രാവിലെ തന്നെ അടുക്കളയിൽ കയറി സദ്യക്കുള്ള പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അമ്പലത്തിൽ പോകുകയും വേണം, തൊഴുകയും വേണം, കുറച്ച് ഫോട്ടോസ് എടുക്കണം, ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യണം, അങ്ങനെ കുറെ അധികം പരിപാടികളുണ്ടായിരുന്നു. അങ്ങനെ പാപ്പുടൂനെയും കുഞ്ഞിപ്പെണ്ണിനെയും ഒക്കെ ഒരുക്കി നമ്മൾ റെഡി ആയിട്ട് പോവാണ്. ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂം വരുന്നത്. ശരിക്കും എന്നെ കല്യാണം കഴിഞ്ഞുള്ള 5 കൊല്ലം നമ്മുടെ ഇത് 5ാമത്തെ ഓണമാണ്. ഈ 5 ഓണവും സെയിം ഇങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഓരോ ഓണത്തിനും ഓരോ ആൾക്കാർ എക്സ്ട്രാ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് നമ്മൾ ആദ്യം പോകുന്നത് ശാർക്കര അമ്പലത്തിലോട്ടാണ്. എല്ലായ്പ്പോഴും ശാർക്കരയിലോട്ട് തന്നെയാണ് നമ്മൾ പോകാറുള്ളത്. ഇവിടുത്തെ തിരക്ക് കണ്ടില്ലേ, ഇപ്പൊ തന്നെ സമയം 10 മണിയായി. രാവിലെ തൊട്ട് ഇപ്പം വരെ ഇവിടെ തിരക്ക് കുറഞ്ഞിട്ടില്ല. ഇന്ന് നമ്മുടെ കൂടെ അമ്പലത്തിൽ പോകാൻ അനന്തവും ഉണ്ടായിരുന്നു. അങ്ങനെ ശാർക്കര അമ്പലത്തിലെത്തി. എന്താളാണെന്നോ, എല്ലാ വിശേഷ ദിവസങ്ങളിലും ഇവിടെ ഇങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ നമ്മൾ അവിടെ വെച്ചിട്ടാണ് എബിൻ ടീൻസിനെ കണ്ടത്. നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയൊരു മെയിൻ സ്പോട്ടാണ് ശാർക്കര അമ്പലം. നമുക്ക് എല്ലാ ഓണത്തിനും ഇവിടെ വെച്ചിട്ട് ഒരു വീഡിയോ കാണും. പിന്നെ ഇവിടുത്തെ മെയിൻ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കിഴക്കേ നടയിലും അതുപോലെ വടക്കേ നടയിലും 2 വലിയ അത്തമിടും. അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാനും ഒരുപാട് തിരക്കാണ്. കുഞ്ഞിപ്പെണ്ണിന് ചോറ് കൊടുക്കാത്തതുകൊണ്ട് തന്നെ അവളെ കൊണ്ട് നമുക്ക് അകത്ത് കയറാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ നടപ്പന്തലിന്റെ സൈഡിലൊക്കെ നിന്നാണ് ഫോട്ടോ എടുത്തത്. എവിടെ നോക്കിയാലും സെറ്റ് മുണ്ടും സെറ്റ് സാരിയും പട്ടുടുപ്പും പാവാടയും ധാവണിയും ഒക്കെ തന്നെ. അതുപോലെ ജെൻസിന് മുണ്ടും ഷർട്ടും. ഇതാണ് നമ്മുടെ ഓണം ഔട്ട്ഫിറ്റ്. ഇഷ്ടമായവർ കമന്റ് ചെയ്യണം. ഇന്ന് എന്തോ ഭാഗ്യത്തിന് ഇവള് നല്ല ഉറക്കമായിരുന്നു. ഫുൾ ടൈം അവൾ ഉറങ്ങി കിടക്കാനേ ഇത്. അതുകൊണ്ട് തന്നെ അവളെ മാനേജ് ചെയ്യാൻ വലിയ പാടില്ലായിരുന്നു. പിന്നെ ഞാനും പാപ്പിടും പ്രേച്ചേട്ടനും കൂടെ കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത്. ഓരോ ഓണത്തിനവൻ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ഓണത്തിനവൻ നടക്കാൻ തുടങ്ങുന്നേ ഉള്ളായിരുന്നു. ഇപ്രാവശ്യം അവൻ ഓടിക്കളിക്കുന്നു. പിന്നെ നേരെ വീട്ടിലെത്തി സദ്യയൊക്കെ ഉണ്ടാക്കി നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടി തുടങ്ങി. ഇത് പാപ്പിടുവിന്റെ സെക്കൻഡ് ഓണവും നമ്മുടെ കിയ ബേബിയുടെ ഫസ്റ്റ് ഓണമാണ്. അടുത്ത ഓണം ആറാകുമ്പോൾ ഇവൻ കുറച്ചുകൂടെ വളരും. അവക്ക് 1 വയസ്സും കഴിയും. അങ്ങനെ സദ്യ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എന്റെ അച്ഛനും അമ്മയും വന്നു. പിന്നെ നമ്മൾ എല്ലാവരും കൂടെ നേരെ കോളിച്ചിറയിൽ പോയി. അവിടെ ശിവാനിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ തിരുവോണ ദിവസവും ബർത്ത്ഡേയും ഒത്തുവരുന്ന ഇന്ന് നമ്മൾ എല്ലാവരും അവിടെ പോയി കേക്ക് കട്ട് ചെയ്ത്. എല്ലാ ഇപ്പത്തും പോയി നമ്മൾ ഇപ്രാവശ്യം കേക്ക് വാങ്ങിയത് ബേക്കിംഗ് ഹബിൽ നിന്നാണ്. അതും buy 1 get 1 ഇപ്പൊ ഒന്ന് മുറിച്ച് ഇനി അടുത്ത് നമ്മൾ രാത്രിയിൽ മുറിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇവിടുത്തെ പ്രശ്നം എന്താന്ന്, കേക്ക് പാപ്പിടുവിന് മുറിക്കണം. അത് അവന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ അവനെ കൊണ്ട് നമ്മൾ കേക്ക് മുറിപ്പിച്ച്. തിരുവോണ ദിവസവും നബിദിനവും ശിവാനിയുടെ ബർത്ത്ഡേയും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒത്തുവരുന്ന ഒരു ഡേ ആയിരുന്നു. അങ്ങനെ തിരുവോണം കഴിഞ്ഞ് ഇനി ഔട്ടോ ചതയൊക്കെ ഉണ്ട്. അപ്പൊ ആ വീഡിയോസ് കാണാൻ സ്റ്റേ ട്യൂൺഡ് ഇൻ പാപ്പുഡൂസ് വ്ലോഗ്.